വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വീണ്ടും ജനകീയ പ്രഖ്യാപനങ്ങളുമായി സംസ്ഥാന സർക്കാർ രംഗത്ത് വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് പറഞ്ഞിരുന്നത് പോലെ തന്നെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബജറ്റ് അവതരണത്തിനിടയ്ക്ക് വീണ്ടും ജനങ്ങളെ കൂടുതൽ അടുപ്പിക്കാൻ സാധിക്കുന്ന പല പ്രഖ്യാപനങ്ങളും, ക്ഷേമ പെൻഷൻ വർധന ഉൾപ്പെടെ, അല്ലെങ്കിൽ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ DA കുടിശ്ശിക വർധന ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് പിടിക്കാൻ ഉപയോഗിച്ച അതേ തന്ത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു വിഷയമായി നമ്മളോടൊപ്പം സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ഐസക് ചെറിയാനാണ്. നമസ്കാരം വക്കീലെ. ഇപ്പോൾ ഈ പറയുന്ന പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് യഥാർത്ഥത്തിൽ നിയമസഭയിലും ഇത്തരത്തിൽ കഴിഞ്ഞ നിയമസഭയിൽ കിറ്റ് വാങ്ങി വോട്ട് പിടിച്ചു എന്ന് പറയുന്നത് പോലെ ഇത്തവണ പെൻഷൻ നൽകി വോട്ട് പിടിച്ചു എന്ന് പറയാനുള്ള പുതിയ നീക്കങ്ങളാണോ? ഒരു പരിധിവരെ അത് ശരിയാണ്. കാര്യം ഇപ്പോ ഇത്രയും കടക്കണിയിൽ സർക്കാരാകുന്നതാണ്. അപ്പം ഒരു ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഭീകരമായിട്ട് നമ്മുടെ സ്റ്റേറ്റിന്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് വളരെയധികം കൂടുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വരവ് ചിലവ് കണക്കുകൾ ഒരു കാരണവശാലും വരവിന്റെ അടിസ്ഥാനത്തിലുള്ള ചിലവല്ല സ്റ്റേറ്റിന് ഇപ്പൊ നടക്കുന്നത്. നമുക്കറിയാം, സ്റ്റേറ്റിന്റെ കടം എടുപ്പ് പരിധി കേന്ദ്ര സർക്കാർ കുറച്ചു എന്ന് പറയുന്ന സ്റ്റേറ്റ് തന്നെ ഇപ്പോ വീണ്ടും വീണ്ടും കൂടുതൽ ചിലവുകൾ, ഈ പറയുന്ന വെൽഫെയർ മെഷേഴ്സ് മോശമാണെന്നല്ല, തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അവരുടെ കൈകളിലേക്ക് പണം എത്തുന്നത് നമ്മുടെ ലോക്കൽ എക്കോണമിയെയും ലോക്കൽ സമ്പദ് വ്യവസ്ഥയും ഒക്കെ സഹായിക്കുന്ന ഒരു നടപടി തന്നെയാണ്. പക്ഷെ അതിന്റെ ബൈ പ്രോഡക്റ്റ് എന്ന വണ്ണം ഉണ്ടാകുന്ന ചില മാറ്റങ്ങളുണ്ട് സമ്പദ്ഘടനയിൽ. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഈ പറഞ്ഞതുപോലെ ഇൻഫ്ലേഷൻ വർദ്ധിപ്പിക്കും. അതുപോലെ മറ്റു കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ എപ്പോഴും ഒരു ഫ്രണ്ട് ലോഡ് എക്കോണമി ആയിട്ട് കേരള സ്റ്റേറ്റ് എക്കോണമി മാറിക്കഴിഞ്ഞാൽ അതിന് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ടെല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബാക്ക് ലോഡ് എക്കോണമി, നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ബാക്ക് ലോഡ് എക്കോണമി കിഫ്ബി പദ്ധതികൾ വഴി നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ സ്കൂൾസ്, നമ്മുടെ കോളേജസ്, മറ്റ് ഫെസിലിറ്റേഷൻ, മറ്റ് ഗവൺമെന്റ് ഇൻഡസ്ട്രീസിനുമൊക്കെ, വ്യവസായങ്ങൾക്ക്, നമ്മുടെ ഇപ്പം വിഴിഞ്ഞം തുറമുഖം അടക്കം ഉള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് വികസന പ്രവർത്തനങ്ങൾക്ക് പൈസ കൊടുത്ത് സ്റ്റേറ്റിന്റെ പൗരന്മാരെ ഇത്തരം വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവരെ എനേബിൾ ചെയ്ത് സ്കിൽ ചെയ്ത് അവരെ ഒരു വർക്ക് ഫോഴ്സ് ആയിട്ട് മാറ്റുന്നതിന് പകരം അവരെ ഡിപ്പെൻഡന്റ് ആയിട്ട് അവരുടെ കൈകളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വെൽഫെയർ മെഷേഴ്സ് എത്തിക്കുന്നത്, ഒരു തരത്തിൽ പറഞ്ഞാൽ അത് കൂടുതൽ എത്തിക്കുന്നത് ഇലക്ഷന്റെ ഭാഗമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇലക്ഷൻ തന്ത്രമാണ്. പറഞ്ഞതുപോലെ തന്നെ അത് പറഞ്ഞത് വളരെ കറക്റ്റാണ്. പക്ഷേ അത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ, ഇപ്പോൾ താൽക്കാലിക അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നേട്ടം കിട്ടാൻ വേണ്ടി ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതെ, തീർച്ചയായിട്ടും. ഈ പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത്തരത്തിൽ വീട്ടമ്മമാർക്ക് 1000 രൂപ മാസം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്കീം ഇറക്കിയിരുന്നു. അതിന് പിന്നാലെ പലരും ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട അപേക്ഷയ്ക്കും മറ്റുമായിട്ട് പല വീട്ടമ്മമാരും പോകുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ഇതൊക്കെ എത്ര നാൾ, ഇപ്പോൾ നേരത്തെ വക്കീൽ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തിന് നിൽക്കുന്ന സമയത്ത്, സംസ്ഥാന സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്രയും വലിയ ഒരു പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള നീക്കങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഭരണമാറ്റം വരികയാണെങ്കിൽ ഇത് അടുത്ത തവണ അധികാരത്തിൽ വരാൻ പോകുന്ന കോൺഗ്രസ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള തന്ത്രം തന്നെയാണോ ഇപ്പോഴേ മെനഞ്ഞു വെക്കുന്നത്? തീർച്ചയായിട്ടും വർഷ, നമുക്കറിയാലോ, ഇത് സർക്കാരുകളുടെ എല്ലാ കാലത്തെയും, ഇപ്പൊ ഏത് സർക്കാരും, കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ നാളെ BJP വന്നാലും ഏത് സർക്കാരുകളും എടുക്കുന്ന ഒരു നടപടിയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവരൊക്കെ ഈ സർക്കാരുകൾ ആരുടെയാണെന്ന് ആലോചിക്കണം. സർക്കാരുകൾ ജനങ്ങളുടെയാണ്. ജനങ്ങളുടെ കോമൺ ഗുഡിന് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മൾ അപ്പോയിന്റ് ചെയ്ത് നമ്മുടെ റെപ്രസെന്റേറ്റീവ് ആണ്. ഇതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ എല്ലാവരും അടങ്ങുന്നതാണ് സർക്കാർ. അപ്പം പക്ഷേ സർക്കാർ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരൊരു വർഗമായി പ്രവർത്തിക്കുകയും രാഷ്ട്രീയ താല്പര്യങ്ങളിലേക്ക് മാത്രം എല്ലാ സർക്കാരുകളും, കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനത് പറയുന്ന നിഷ്പക്ഷമായിട്ട് പറയുന്നതല്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കോൺഗ്രസിന്റെ സർക്കാർ ഇരുന്ന അവസാന കാലത്ത് 4 DGP പോസ്റ്റുകൾ ഉണ്ടാക്കി. ആവശ്യമായിരിക്കാം, പക്ഷെ എന്നാൽ പോലും 4 DGP പോസ്റ്റുകൾ ഉണ്ടാക്കി സർക്കാരിന് അമിതഭാരം ചുമത്തിയിട്ടാണ് അവർ പോയത്. അങ്ങനെ ഓരോ വകുപ്പുകളിലും നിയമനങ്ങളായിട്ടും സ്ഥിരപ്പെടുത്തലുകളായിട്ടും അതുപോലെ ചില പോസ്റ്റുകളുടെ ചില ശമ്പള വർധനകൾ ആയിരിക്കും. നമുക്കറിയാം, ഏറെക്കാലം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് PSC ചെയർമാന്റെ ശമ്പളം. അപ്പം ഇതടക്കം ശമ്പള വർധനങ്ങള്, അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ അവര് വീണ്ടും വീണ്ടും ചെയ്യുന്നത് പലപ്പോഴും അടുത്ത സർക്കാരിന് അത് തലവേദന ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരത് മാനേജ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞാലും ബാക്ക് ടു ബാക്ക് മാറി വരുന്ന സർക്കാരുകൾക്കെല്ലാം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് എല്ലാ കാലവും അതൊരു പ്രശ്നമാകുന്ന ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്.
അപ്പം അതെ. സർക്കാർ ഇപ്പൊ 1000 രൂപ വീട്ടമ്മമാർക്ക് കൊടുക്കുന്നു, വിദ്യാർത്ഥികൾക്ക് 1000 രൂപ കൊടുക്കുന്നു. അതൊന്നും കൂടുതലോ അതൊക്കെ കുറവാണെന്നാണ് എന്റെ അഭിപ്രായം. അതൊക്കെ സർക്കാരിന് കൊടുക്കാം. പക്ഷെ എന്ത് ചെയ്തിട്ട് കൊടുക്കാം എന്നുള്ളതാണ്. നമ്മുടെ ഈ പൈസ എത്തിക്കുന്നു എന്നുള്ളതിൽ സർക്കാരിന്റെ ജോലി കഴിയുന്നില്ല. സർക്കാരിനെ സംബന്ധിച്ച് ഇവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സിനെ, ഇവിടെയുള്ള നോളജ് എക്കോണമിയെ അത് സ്കിൽ ഡെവലപ്മെന്റുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ അവസരങ്ങൾ ഉണ്ടാക്കി യുവജനങ്ങൾക്കും ഈവൻ ഒരു പ്രായമുള്ളവർക്കും അവരുടെ സ്കില്ലുകൾ സമൂഹത്തിന്റെയും നമ്മുടെ സ്റ്റേറ്റിന്റെയും മുഴുവൻ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക, അത്തരത്തിലൊരു ഫെസിലിറ്റേറ്റർ ആകുക എന്നുള്ളതാണ് സ്റ്റേറ്റിന്റെ ജോലി. ഇപ്പം നോക്കൂ, സ്റ്റേറ്റ് ഇപ്പം ഈ പറയുന്ന ഒരു എൻ്റെ ഒരു വേർഡ് ഉള്ളത് എന്താന്ന് വെച്ചാൽ അതിന്റെ ഡിപ്പെൻഡൻസി സിൻഡ്രോം. നമ്മളെ എന്ത് പ്രശ്നം ആണെങ്കിലും സർക്കാരാണ് അതിന്റെ ഉത്തരവാദി എന്ന് പറയുന്ന തരത്തിലോട്ട് നമ്മളൊരു ഡിപ്പെൻഡന്റ് ആകുന്നുണ്ട്. ഇപ്പൊ നാളെ ക്ഷേമ പെൻഷൻ 2500 അല്ലെങ്കിൽ 3000 എന്നുള്ള നിലയ്ക്ക് ഉയർത്തുന്ന മുറയ്ക്ക് അത് കിട്ടാതെ വരുവാണെങ്കിൽ അത് ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ ഡിപ്പെൻഡന്റ് ആണ്. അത് ഞാൻ പ്രഖ്യാപിക്കുന്നതല്ല, അത് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? പ്രഖ്യാപിക്കുന്നതിൽ തെറ്റില്ല. അത് കൃത്യമായി കുടിശ്ശികയില്ലാതെ കൊടുക്കാൻ പറ്റുന്ന, ഇപ്പൊ എനിക്ക് ഒരാൾക്ക് 1000 രൂപ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു, സിമ്പിളാണ് വളരെ കാര്യം. അടുത്ത മാസം എനിക്ക് അത്രയും പൈസ ഇല്ല, എനിക്ക് അത്രയുള്ള വരവില്ല, 1000 രൂപ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ് ഞാനെങ്കിൽ ഞാനത് പ്രഖ്യാപിച്ചിട്ടോ തരാമെന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകിയിട്ടോ കാര്യമില്ല. അങ്ങനെ ജനങ്ങളെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇലക്ഷന് വേണ്ടി പറ്റിക്കുന്ന നിലപാടാണെങ്കിൽ അതൊരു ക്രൂരതയാണ്, അത് ജനവിരുദ്ധമായിട്ടുള്ള നടപടിയാണ്. മറിച്ച് നമുക്കറിയാം, ഈ ക്ഷേമ പെൻഷന്റെ തന്നെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ചില മാസങ്ങൾ ഇവിടെ മുടുങ്ങിക്കിടന്നിട്ടുണ്ട്. ഇടതുപക്ഷം ഭരിച്ചപ്പോഴും കോൺഗ്രസ് ഭരിച്ചപ്പോഴും. ഇടതുപക്ഷം കോൺഗ്രസ് ഭരിച്ച കാലത്തെ കുറെ അധികം പെൻഷൻ കൊടുത്തു തീർത്തു എന്ന് പറഞ്ഞു. കഴിഞ്ഞ കാലയളവിൽ ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകർ അടങ്ങിയ ചർച്ച കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ 4000 കോടിയോളം കൊടുത്തു, അതിൽ കോൺഗ്രസ് നടത്തിയ വർധന അടക്കം, അതായത് അവരുടെ കാലത്ത് ഇടതുപക്ഷത്തിന്റെ കാലത്ത് കൊടുത്ത പെൻഷൻ കോൺഗ്രസിന്റെ വർധനവ് മൂലമാണ് ഞങ്ങൾ അത്രയും കൊടുക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞ് അതത്രയും കുടിശ്ശികയാണ്, അപ്പൊ അവരുടെ ആ കുടിശ്ശികയും കൂടെ ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞ ഒരു ഒരു ചർച്ച ഞാൻ കാണുകയുണ്ടായി. അപ്പം ഇവർ ഈ പറയുന്നത് പോലെ പറയുന്നതല്ലാതെ കൊടുക്കാൻ കഴിയുമോ? മുടങ്ങുമോ? അമ്മച്ചിമാര് ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ ചട്ടിയുമായിട്ട് വഴിയിലിറങ്ങിയ അവസ്ഥയുണ്ടായി. അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ സർക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രഖ്യാപിക്കുകയല്ല, മറിച്ച് കൃത്യമായി കൊടുക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സ്ഥിതി നമ്മുടെ സംസ്ഥാന സർക്കാരിനുണ്ടോ എന്നുള്ളതാണ്. ദയനീയം എന്ന് പറയട്ടെ, അങ്ങനത്തെ ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ല. നമ്മൾ ഭീകരമായിട്ടുള്ള ഒരു ഹൈ ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ പോകുന്ന, വരവ് ചിലവ് കണക്കുകൾ അനുസരിച്ച് നമ്മുടെ വരവിനേക്കാളും എത്രയോ ശതമാനം 14,000 കോടി രൂപയാണ് നമുക്ക് എക്സ്ട്രാ ചെലവ് വരുന്നത്. അപ്പൊ ഈ 14,000 കോടിയും നമ്മൾ കടമെടുത്താണ് പോകുന്നത്. ആ സ്ഥിതിക്ക് കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ പല സ്റ്റേറ്റിന്റെ തന്നെ നറേറ്റീവ് എടുക്കുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് എല്ലാ മേഖലയിലും സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേന്ദ്ര ഫണ്ട് വരുന്നില്ല, GST കോമ്പൻസേഷൻ കിട്ടുന്നില്ല, സ്റ്റേറ്റിന് മറ്റ് വരുമാനങ്ങൾ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. 2 ലക്ഷം കോടിയുടെ ബജറ്റ് പ്രഖ്യാപിക്കുമ്പോഴും ഹൈ ടാക്സ് റേറ്റും സെസ് റേറ്റും കാരണമാണ് സ്റ്റേറ്റിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. ഇങ്ങനത്തെ ഒരു സാമ്പത്തിക ചുറ്റുപാടിൽ പ്രഖ്യാപിക്കുന്നത് അടുത്ത സർക്കാർ കൊടുക്കേണ്ടി വരുമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത സർക്കാരിന് ഇത് കൊടുക്കാൻ പറ്റില്ല. അടുത്ത സർക്കാരുകൾ വന്ന് മാറി ഇനിയിപ്പം ഇടതുപക്ഷം വന്നാലും അവർക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പം ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന, ജനങ്ങളോട് ഈ ക്രൂരത പറഞ്ഞു പറ്റിക്കുക എന്നൊക്കെ പറയുന്നത് ക്രൂരതയാണ്. അത് ആരോട് ചെയ്താലും, സ്റ്റേറ്റ് ജനങ്ങളോട് ചെയ്താലും മനുഷ്യൻ മനുഷ്യനോട് ചെയ്താലും. അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒരു ഇലക്ഷൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പ്രഖ്യാപിച്ച് ഞങ്ങൾക്ക് വോട്ട് കിട്ടണം, ശരിയാണ്, നല്ലൊരു ഐഡിയ ആണ്, ആ കാര്യത്തിലൊന്നും സംശയമില്ല. ഇപ്പോ ഹർഷ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല ഐഡിയ ആണ് ഞങ്ങൾ കയറി കഴിഞ്ഞാൽ പെൻഷൻ തരാം. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, സർക്കാർ പ്രഖ്യാപിച്ച പെൻഷനുകളിൽ 1000 രൂപ വിദ്യാർത്ഥികൾക്ക്, തൊഴിൽ അന്വേഷിക്കുന്നവർക്ക്, സ്ത്രീകൾക്ക് 1000 രൂപ, മറ്റ് 2 അപ്പൂപ്പനും അമ്മയും 60 വർഷത്തിന് ശേഷമുള്ള വാർദ്ധക്യ പെൻഷൻ, അങ്ങനെ 4 പേരുണ്ടെങ്കിൽ ഏകദേശം 10,000 രൂപ അല്ലെങ്കിൽ 11,000 രൂപ പെൻഷൻ വരുന്ന ഒരു സാഹചര്യം ഒരു കുടുംബത്തിൽ ഉണ്ടാകുകയാണ്. ഈ 10,000 രൂപ വെച്ച് സർക്കാരിന് എല്ലാ മാസവും കൊടുത്താലല്ലേ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് കൊടുക്കാൻ ശേഷിയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു ഡിപ്പെൻഡൻസി സിൻഡ്രോം, സ്റ്റേറ്റ് ഇത് പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റിച്ചു, ഞങ്ങൾ അത് വിചാരിച്ചാണ് ഞങ്ങൾ ഇരുന്നത്, അതിലേക്ക് പോവാതെ ഒരു ബാക്ക്ലോഡ് എക്കോണമി, അതായത് കൃത്യമായിട്ടുള്ള ഒരു പദ്ധതികൾ കൊണ്ടുവന്ന് വീടുകൾ മാത്രമല്ല സർക്കാർ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് നമ്മുടെ തൊഴിലിടങ്ങൾ അത്തരത്തിൽ കൊഹാബിറ്റ് ചെയ്യാൻ പറ്റുന്ന തൊഴിലിടങ്ങൾ ഉണ്ടാക്കുക. ഇടതുപക്ഷത്തിന്റെ പാട്ടും അങ്ങനെയാണല്ലോ, പള്ളിയല്ല പണിയണം പള്ളിക്കൂടം 1000,
തൊഴിലിടങ്ങൾ പണിയണം അതെ. എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള തൊഴിലിടങ്ങൾ പണിയുന്ന അവസ്ഥയിലോട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതോടെ ഗവൺമെന്റ് പോകണം. ഒരു ലോങ് റണ്ണിൽ ഹൈ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിനെ നമ്മൾ ഈ പറയുന്ന യൂറോപ്പിലും ഗൾഫിലും പോയി നമ്മുടെ സ്കില്ലുകൾ ഉപയോഗിക്കുന്ന അവിടുന്ന് പൈസ കൊണ്ടുവരുന്ന ഫോറിൻ റെമിറ്റൻസ് കൊണ്ടുവരുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അതിലൊന്നും തർക്കമില്ല, നല്ലതുമാണ്. അത് ഉള്ളത് കൊണ്ടാണ് സ്റ്റേറ്റിന് പലപ്പോഴും കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ട് നിലനിൽക്കാൻ പറ്റുന്നത്. നല്ലതാണ്. പക്ഷെ ഇവിടെ ഉള്ളവർക്കും ആ നിലവാരത്തിന്റെ അടുത്തെങ്കിലും വരാൻ പറ്റുന്ന ഒരു ജീവിത നിലവാരം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തരത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ ഇത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഇടതാണെങ്കിലും വലതാണെങ്കിലും ആരാണെങ്കിലും. കാര്യം സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത്, സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ കാര്യം പറഞ്ഞതുപോലെയാണ്, ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞ പോലെയാണ് സ്റ്റേറ്റിന്റെയും. ഇതിനകത്ത് വലിയ ടേംസ് ഉണ്ടാകും, സാമ്പത്തിക വിദഗ്ധർ പല കാര്യങ്ങളും പറയും. പക്ഷെ നമ്മുടെ ഹൈ ഫിസിക്കൽ ഡെഫിസിറ്റ് കൊണ്ടുവരുന്ന നമുക്ക് പ്രശ്നങ്ങൾ, ഇൻഫ്ലേഷൻ അടക്കമുള്ള പ്രശ്നങ്ങൾ വീട്ടമ്മമാർ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വീട്ടമ്മമാരെന്ന് പറയുന്നത് ശരിയല്ല, നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സ്ഥിതിക്ക് അങ്ങനെ ഒരു സാമ്പത്തിക അച്ചടക്കമില്ലാത്ത ഒരു യുവാവിനെ പോലെയാണ് സ്റ്റേറ്റ് ഇപ്പം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ആ യുവാവാണ് ഇപ്പം ജനങ്ങളോട് പറയുന്നത്, ഉത്തരവാദിത്തമില്ലാതെ പറയുന്നത്, നമ്മൾ ഇനിയും അടുത്ത മാസം ഞങ്ങൾ കൂടുതൽ പെൻഷൻ തരാം, കൂടുതൽ ഫ്രീ ബീസ് തരാം, നിങ്ങളെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയുന്നത് അപമാനകരമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് സർക്കാർ ഉത്തരവാദിത്തത്തോടെ പറയേണ്ടതാണ്. ഏത് സർക്കാരാണെങ്കിലും, ഞാൻ പറയുന്നത് കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും, സർക്കാർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിളിൽ പറയുന്ന സ്റ്റേറ്റിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഏത് സ്റ്റേറ്റ് ആണെങ്കിലും, അപ്പാർട്ട് ഫ്രം പൊളിറ്റിക്സിന് അതീതമായിട്ടുള്ള ഏത് സ്റ്റേറ്റ് ആണെങ്കിലും ഉത്തരവാദിത്തത്തോടെ ഒരു ഇലക്ഷന് മുമ്പ് അത് പറയണം എന്ന് തന്നെയാണ് എന്റെ അതിനകത്ത് തെറ്റ്. അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഇന്ന് പൊതുജനങ്ങൾക്കറിയാം ഈ പറയുന്നതെല്ലാം വെറും വാഗ്ദാനം മാത്രമാണ്, തങ്ങൾക്ക് ഇതൊന്നും ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ളത്. അതിപ്പോൾ LDF പറയുന്നത് കൊണ്ട് മാത്രമല്ല, LDF ആയാലും UDF ആയാലും ഇനിയിപ്പോൾ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് BJP അധികാരത്തിൽ വന്നാൽ പോലും ഇനി വരാൻ പോകുന്ന സമയങ്ങളിൽ ഈ പറയുന്നതുപോലെ 2500 3000 പെൻഷൻ പോയിട്ട് ഇപ്പോൾ പറയുന്ന 2000 പോലും കൃത്യമായി തങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ള കൃത്യമായ ബോധ്യം ജനങ്ങൾക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വാഗ്ദാനങ്ങൾ കൊണ്ടൊന്നും ഒരിക്കലും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്ന് CPM-ഓ അല്ലെങ്കിൽ കോൺഗ്രസോ പോലും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? തീർച്ചയായിട്ടും ഈ ഒരു വാഗ്ദാനങ്ങളിൽ ജനങ്ങൾ വീഴും. ഒരു പക്ഷേ ഒരു പരിധിവരെ സ്വാധീനിക്കും. നമ്മൾ പറയുന്നത് നിഷ്പക്ഷമായിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം വാഗ്ദാനങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കും. നമ്മുടെ മറ്റ് ഇലക്ഷൻസ് ആലോചിച്ചു, കേരളം ബീഹാർ അല്ല, UP അല്ല, കർണാടക അല്ല എന്ന് പറയുന്നവർ ബീഹാർ മോഡലും UP മോഡലും കർണാടക മോഡലും ഒക്കെ ചില വോട്ട് കേന്ദ്രങ്ങളിൽ ചില മനുഷ്യർക്കിടയിൽ, നിസ്സഹായരായ, നിരാലംബരായ, ബലഹീനരായ മനുഷ്യർക്കിടയിൽ സ്വാധീനം ചെലുത്തും. അങ്ങനത്തെയുള്ള ബീഹാറിലെയും UP-യിലെയും കർണാടകയിലെയും പോലെയുള്ള നിരാലംബരായിട്ടുള്ള മനുഷ്യർ നമ്മുടെ നാട്ടിലും ഉണ്ടെന്നറിയുന്നവർ തീർച്ചയായിട്ടും അതിനുള്ള ശ്രമം നടത്തുകയും ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്യും. കാര്യം ഇടതുപക്ഷം പെൻഷൻ കൊടുക്കാം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് മറ്റ് പാർട്ടികൾ പറയുന്ന പോലെയല്ല. അത്തരം വെൽഫെയർ പൊളിറ്റിക്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും അതിന് വിശ്വാസ്യതയുണ്ട്. ആ വിശ്വാസ്യതയാണ് ഇപ്പോ ചൂഷണം ചെയ്യുന്നത്. അത് ഒരു തരത്തിൽ വോട്ടിംഗ് പാറ്റേൺസിനെ ബാധിക്കും, ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ കേവലം അത്തരം വാഗ്ദാനങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ കേവലം അത്തരം വാഗ്ദാനങ്ങൾ കൊണ്ട് മാത്രം ഈ ഇലക്ഷനെ നിലവിൽ ഭരിക്കുന്ന പാർട്ടിക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ജനങ്ങളുടെ ആ മാറ്റം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെ പുറത്തു വന്നതാണ്. അത്തരം മാറ്റങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. മറിച്ച് ഒരു സംഭവം ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും വലിയ അത്ഭുതങ്ങൾ നടക്കണം എന്ന് തന്നെയാണ്. പക്ഷെ തീർച്ചയായിട്ടും വോട്ടിംഗ് പാറ്റേണുകൾ, ചില സീറ്റുകൾ, ചില കേന്ദ്രങ്ങളിലെ വോട്ടുകളൊക്കെ ഇത്തരം വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതിലൂടെ തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇടതുപക്ഷം പറയുന്ന ഒരു കാര്യം, ഇടതുപക്ഷത്തിന്റെ ഒരു സാമ്പത്തിക രീതി എന്ന് പറയുന്നത് കിഫ്ബിയാണ് ഏറ്റവും വലിയ മോഡലായിട്ട് അവർ കേരളത്തിൽ ഉയർത്തിക്കാട്ടുന്നത്. നമ്മുടെ കിഫ്ബിയുടെ ഡയറക്ടർ തന്നെ പറഞ്ഞതുപോലെ, ഒരു അടുപ്പിൽ തീ കൂട്ടുമ്പോൾ ആ തീയിൽ നമ്മൾ കുറച്ച് മണ്ണെണ്ണ ഒഴിക്കും. ആ മണ്ണെണ്ണ ഒഴിക്കുമ്പോൾ ഒരു ട്രിഗറിങ് ഫാക്ടർ പോലെ പെട്ടെന്ന് കത്തും എന്ന് പറഞ്ഞതുപോലെ ആണ് കിഫ്ബി കേരളത്തിന്റെ വികസന പദ്ധതികളെ സഹായിക്കുന്നത്. ഒരു ട്രിഗറിങ് ഫാക്ടറാണ്, ആ ഒരു തീയാണ്. അദ്ദേഹത്തിന്റെ വേർഡ് കോട്ട് ചെയ്താണ് പറയുന്നത്. ആ ഒരു ഫയർ ആണ് കിഫ്ബി എന്നാണ് പറയുന്നത് കേരളത്തിന്റെ ഡെവലപ്മെന്റ് പ്രോജക്ട്സിനെ സംബന്ധിച്ച്. പക്ഷെ കിഫ്ബി തന്നെ നടത്തിയ സ്കൂള്, കോളേജുകള്, പാലമൊക്കെ വലിയ പദ്ധതികളാണ്. ഞാൻ അതിനെ ഒന്നും അണ്ടർമൈൻ ചെയ്യുന്നില്ല, അതൊക്കെ വലിയ പദ്ധതികളാണ്. പക്ഷെ കിഫ്ബി നടത്തിയ എല്ലാ പദ്ധതികളും കിഫ്ബി നടത്തിയതിനു ശേഷം ഒരു ലോങ് റണ്ണിൽ സ്കൂളുകളും കോളേജുകളിലും അതിനെന്താണ് ഒരു സ്കൂളിന്റെ പർപ്പസ് എന്താണ്, ഒരു കോളേജിന്റെ പർപ്പസ് എന്താണ് നമുക്കറിയാം. നമ്മളെല്ലാവരും സ്കൂളിൽ കോളേജിലും പഠിച്ചിട്ടൊക്കെ ഉള്ളതാണ്.
ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക, അത് ഡെലിവർ ചെയ്യുക. അതിന്റെ പർപ്പസ്, ഞാനൊരു കാർ മേടിച്ച് വീട്ടിലിട്ടിട്ട് അതിന്റെ പർപ്പസ് എന്താന്ന് വെച്ചാൽ അത് ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ്. ആ ട്രാവലിംഗ് ക്വാളിറ്റി ഉറപ്പുവരുത്തുകയാണ്. അപ്പം ഒരു ഒരു റോഡില്ലാത്ത സ്ഥലത്ത് ഞാനൊരു കാർ മേടിച്ചിട്ട് കഴിഞ്ഞാൽ അത് എത്ര കോടി രൂപയുടെ കാറാണെങ്കിലും ഒരു ട്രാവലിംഗ് ക്വാളിറ്റി അതിനുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പം എന്ന് പറഞ്ഞതുപോലെ കോളേജുകളും സ്കൂളുകളും കെട്ടിടങ്ങളും മാത്രമല്ല, അത് മികവിന്റെ കേന്ദ്രമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ മികവിന്റെ കേന്ദ്രമാക്കാനുള്ള, അത്തരം മെയിൻ്റനൻസ് നടത്താനുള്ള, സാംസ്കാരിക കേന്ദ്രങ്ങളാക്കാൻ പറ്റുന്ന, ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഡെലിവർ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടോ? അതിന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അത്തരം പദ്ധതികൾക്ക് നമുക്ക് പൈസ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിപ്പം ചെയ്യുന്നില്ല. അപ്പം ഈ ഒരു ക്രൗഡിങ് ഔട്ട് എന്ന് പറയുന്ന അതിന്റെ ഒരു വേർഡ് അതാണ്, ക്രൗഡിങ് ഔട്ട് എന്ന് പറയുക, ക്രൗഡിങ് ഔട്ട് ഇൻവെസ്റ്റ്മെന്റ്സ്. അതായത് കോളേജുകൾ, സ്കൂളുകൾ, കെട്ടിടങ്ങൾ, ഇത് എല്ലാം ഇങ്ങനെ പണിത് അത് അത്തരം പൈസകൾ തീർത്ത് ഇനിയിപ്പം ഈ ഫ്രീ ബീസ് കൊടുക്കുമ്പോൾ അതിന്റെ ഈ പറഞ്ഞ പെൻഷൻസ് കൊടുക്കുമ്പോൾ അത്തരം പ്രോജക്റ്റും കുറയും. അതിന്റെ മെയിൻ്റനൻസും അതിന്റെ റണ്ണിങ്ങും ഇപ്പം സ്കൂൾ പണിയുക എന്നുള്ളതല്ലല്ലോ, കോളേജ് പണിയുക എന്നുള്ളതല്ല. നല്ല ടീച്ചേഴ്സിനെ അതിൽ അപ്പോയിന്റ് ചെയ്യപ്പെടണം, ടീച്ചേഴ്സിന് നല്ല സാലറി കിട്ടണം, അതുവഴി ജനങ്ങളിലേക്ക് പൈസ എത്തണം, സമൂഹത്തിലേക്ക് പൈസ എത്തണം. കിട്ടുന്ന ജോലിക്കാണ് നമ്മൾ എല്ലാവരും ജോലി എടുക്കുക, പൈസയ്ക്കാണ് നമ്മൾ പണിയെടുക്കുന്നത്. ഒരു അധ്യാപകനെ സംബന്ധിച്ച് അവർക്ക് പൈസ കിട്ടുമ്പോൾ കൂടുതൽ അത് ഡെലിവർ ചെയ്യണമെന്ന് തോന്നും. അത് ഡെലിവർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ പുതിയ പാഠ്യപദ്ധതി, നമ്മുടെ BEdന്റെ പോലും പാഠ്യപദ്ധതി പരിഷ്കരിച്ചിട്ടില്ല. അപ്പൊ അത്തരം സിലബസ് പരിഷ്കരിക്കാനുള്ള കമ്മീഷൻസിനെ വെക്കണം. അങ്ങനെ ഇതിന്റെ ഒരു കിഫ്ബി കൊണ്ടുവരുന്ന പദ്ധതികൾക്ക് അസോസിയേറ്റ് ചെയ്യപ്പെട്ട സ്കൂളുകളാണെങ്കിലും കോളേജുകളാണെങ്കിലും ഒക്കെ ഇതിന്റെ മെയിൻ്റനൻസിനും ഇതിന്റെ ലോങ് റണ്ണിൽ ഇതിന്റെ ഈ പറയുന്ന ഇത് ഷൈൻ ചെയ്യാനും വേണ്ടി കൊണ്ടുവരേണ്ട ഒരു ഇന്റലക്ച്വൽ വർക്കുണ്ട്, ഒരു വോളിയം ഓഫ് വർക്കുണ്ട്. അത് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ടോ, അത് സ്റ്റേറ്റ് ചെയ്യാൻ ഫണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇപ്പം വരുന്നത്. അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ ആ കെട്ടിടത്തിന്റെ 15 വർഷം കഴിഞ്ഞാൽ കെട്ടിടം പഴയതാകും. അവിടെ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ 25 വർഷം പഴക്കമുള്ള എഡ്യൂക്കേഷൻ ആണ്, ക്വാളിറ്റിയിലുള്ളതാണ് എന്ന് വരുന്ന ഒരു അപഹാസ്യമായ ഒരു കോമഡി ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇനി അപഹാസ്യം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് നിവർത്തിയില്ലാത്തതാണ്. അതിന്റെ ആ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ടാണ്. സ്റ്റേറ്റിന് അതല്ല വേണ്ടത്, കേരളത്തെ സംബന്ധിച്ച് അതല്ല വേണ്ടത്. കേരളത്തെ സംബന്ധിച്ച് വളരുന്ന ലോകത്തിന്റെ കൂടെ ചലിക്കാൻ കേരളത്തിന് പറ്റണം. നമ്മുടെ യുവാക്കൾ യൂറോപ്പിൽ പോകുന്നതും വെളിയിലോട്ട് പോകുന്നതും ഒക്കെ, അല്ലെങ്കിൽ വിദേശങ്ങളിലേക്ക് പോകുന്നതും ഒക്കെ വളരുന്ന ലോകം അതിനോടൊപ്പം സഞ്ചരിക്കാനാണ്. അപ്പം അത് മനസ്സിലാക്കി വേണം സ്റ്റേറ്റ് പദ്ധതികൾ ആവിഷ്കരിക്കാനും അതിന്റെ സ്പെൻഡിങ് ബജറ്റിൽ ആവിഷ്കരിക്കാനും ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറയുന്നത് പോലെ വോട്ട് പിടിക്കാമെന്നുള്ള ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് സംശയം തന്നെയാണ്. വരുന്ന സമയങ്ങളിലായിരിക്കാം ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രഖ്യാപനങ്ങൾ. ഇനി ക്ഷേമ പെൻഷൻ മാത്രമല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന DA മാത്രമല്ല, മറ്റു പല ജനകീയ പദ്ധതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതെന്തൊക്കെയാണ് എന്നുള്ളത് ഈ ഒരു ബജറ്റ് അവതരണത്തിന് ശേഷം മാത്രമായിരിക്കും അറിയാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ചർച്ചയ്ക്കിരിക്കാം. ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. താങ്ക് യു.